വാങ്ങിയിട്ട് ട്രൈ ചെയ്തോണ്ടിരിക്കാണ് പാവം. അല്ല ട്രൈ ചെയ്ത് വാങ്ങില്ല. കാണാന് താജ്മഹലോ? ആ ഹായ് ഗൈസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഉസ്ബെക്കിലെ താഷ്കൻഡിലാണ്. ഞാൻ നിൽക്കുന്ന ഹോസ്റ്റലിന് മുന്നിലാണ്. ഈ പിള്ളേരുണ്ടല്ലോ ചെറുതായിട്ട് ചിരിക്കുന്നുണ്ട്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇതുവരെ എന്തില്ല എന്നെ ഈ കോലത്തിൽ കണ്ടിട്ടില്ല, ഈ ഒരു ലെവലിൽ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ ഞാനൊരു പിള്ളേരെ ജസ്റ്റ് പഠിച്ചു. എല്ലാവരും വരണത്ര കുറച്ചാൾക്കാരെ പരിചയപ്പെടുത്താം. പറഞ്ഞു പേര്? ഇരിട്ടിക്കാരെയാണ്. രണ്ടാമത് വടകര. ഓക്കെ, വടകരക്കാർ ഇനിയും വരാനുണ്ട്. ഓക്കെ, മലപ്പുറം വടകരക്കുള്ള നമ്മളെ പിള്ളേരൊക്കെ വരാനുണ്ട്. ഇത് അജ്മലിന് ഇന്നലെ ചിലപ്പം കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഇവൻ ആകെ ഒരു പയ്യനുള്ളൂ കേട്ടോ എനിക്ക് ഇവിടെ. ഓക്കെ, അപ്പം ബാക്കിയുള്ളവർ വന്നുകൊണ്ട് കൗണ്ടറിയാണ്. ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വരുന്നവരുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് പോകുന്നത് മിനാർ മസ്ജിദാണ്. മിനാർ മസ്ജിദിന്റെ കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുമ്പ് ബാക്കിയുള്ളവർ വരുന്നുണ്ട്. എനിക്ക് ഇവിടുന്ന് സിം എടുക്കാനുണ്ട്. ആ ഒരു കുറച്ച് പണിയും കൂടി തീർത്തിട്ട് നമുക്ക് അടുത്ത വിശേഷങ്ങൾ കടക്കാം. ഓക്കെ, അടുത്ത ടീം വന്നിട്ടുണ്ട്. അവരേതായാലും പരിചയപ്പെടാം. പറഞ്ഞോ പേര്? സൗണ്ടിൽ പറഞ്ഞോ. മുസമ്മില ഫ്രം ട്രിവാൻഡ്രം. ട്രിവാൻഡ്രം സിറ്റിയിലാട്ടോ. അടുത്ത ആള് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ വടകര ഗ്യാങ്ങിൽ പെട്ട ടീമാണ്. ട്രിവാൻഡ്രം. ഓക്കെ, അപ്പം തിരുവനന്തപുരത്ത് 2 ആൾക്കാരും വടകരക്കാരും. ഭൂരിപക്ഷം ആർക്കാർ നമുക്ക് നോക്കാം. ഇനി ഒരു 3 ആൾക്കാരും കൂടി വരാനുണ്ട്. അവരും കൂടി വന്നിട്ട് അവരെയും കാണിച്ചു തന്നിട്ട് ഇനി നമുക്ക് സിം എടുക്കാൻ വേണ്ടി പോവാം. ഓക്കെ, ബാക്കിയുള്ളവരും കൂടി ഒന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തീർക്കായിരുന്നു. ഇതാ തുടങ്ങിക്കോ, കുറച്ച് സൗണ്ട് വരട്ടെ. ഫിദ വയനാടാണ്. അടുത്ത ജിഷ്ണ മലപ്പുറത്ത്. എവിടെ പറയാ? തിരൂരിന്ന്. ഓക്കെ, അപ്പൊ ഓൾമോസ്റ്റ് എല്ലാരും ആയി. ഇതാണ് നമ്മളെ പിള്ളേരൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് എവിടെയാ പോകുന്നത്? മാജിക് സിറ്റിയിലാണ്. അതിനു മുമ്പ് പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞേ മിനാർ മസ്ജിദിലേക്ക്. നമുക്ക് അവിടെ നിന്ന് മാജിക് സിറ്റിയിലേക്ക് പോകാലോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളിതാ മിനാർ മസ്ജിദിന്റെ മുന്നിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ പിള്ളേർ നമ്മൾ 3 ടീമായിട്ടാണ് അവിടുന്ന് വിട്ടത്. അപ്പോൾ നമ്മൾ കുറച്ച് ലാസ്റ്റ് എത്തി. നമ്മുടെ പിള്ളേരൊക്കെ നേരത്തെ എത്തി. ഇവിടെ ഇപ്പോൾ നിസ്കാരം തുടങ്ങാണെന്ന് തോന്നുന്നു. നിസ്കാരത്തിൻ്റെ ടൈം, അസർ നിസ്കാരത്തിൻ്റെ ടൈമാണല്ലേ. നമ്മളെ പിള്ളേരിതാ മൊത്തം ഇവിടെ നിന്നിട്ട് ഇയാളെ അത്രയൊക്കെ വാങ്ങിയിട്ട് ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ് പാവം. അല്ല ട്രൈ ചെയ്ത് വാങ്ങില്ല, അത് വേറെ കാര്യമാണ്. വാങ്ങില്ല, പക്ഷെ മാക്സിമം ഇതൊക്കെ ഓസിക്ക് അങ്ങ് ട്രൈ ചെയ്തിട്ട് ഉള്ള പരിപാടിയാണ്. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ അവരോട് ലേക്കിൻ്റെ എവിടെയുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ജസ്റ്റ് മസ്ജിദ് കാണിച്ചിട്ടില്ല. ഓക്കെ, ഇതാണ് മിനാർ മോസ്ക് എന്ന് പറയുന്നത്, മിനാർ മസ്ജിദ്. ഇത് പ്രത്യേകിച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്തുണ്ടായ പള്ളി കേട്ടോ. ഫുള്ള് വൈറ്റ് മാർബിൾ ബ്രിക്ക് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഏകദേശം 2400ഓളം എൻജിനീയേഴ്സാണ് ഡിസൈനേഴ്സാണ് ഇതിനു വേണ്ടി ഡിസൈൻ ചെയ്തത്. അത്രയും ആൾക്കാരൊക്കെ കൂടിയിട്ട് ഡിസൈൻ ചെയ്തൊരു മസ്ജിദാണിത്. ആകുമ്പം അടിപൊളിയല്ലേ. ഇതിന് നേരെ ഓപ്പോസിറ്റ് ഒരു ടവർ ഉണ്ടോ നിങ്ങൾ? ഇതൊരു ടെലിവിഷൻ ടവറാണ്. പക്ഷേ ഉസ്ബെക്കിസ്ഥാൻ്റെ താഷ്കന്ത് കുറിച്ച് പറയുമ്പോൾ ഐക്കോണിക് ആയിട്ട് കാണിക്കുന്ന ആ ടവറാണ്. അതുപോലെ തന്നെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു മസ്ജിദാണിത് താഷ്കന്തിൻ്റെ. അപ്പം ഇതിനൊരു ബ്യൂട്ടി കണ്ടോ. സത്യം പറഞ്ഞാൽ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രമാത്രം അത് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. അടിപൊളി രസമുള്ളൊരു ഇതാട്ടോ പള്ളി കേട്ടോ. ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്യാം, കുറച്ച് കഴിഞ്ഞിട്ട് കയറാം. അതിന് പുറത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് അകത്തേക്ക് കയറാം കേട്ടോ. ഓക്കെ, നമ്മളെ പിള്ളേരൊക്കെ ഇപ്പോൾ ലേക്കിൻ്റെ അടുത്തുണ്ടല്ലേ. നമുക്ക് ലേക്കിൻ്റെ അടുത്തേക്ക് പോയി നോക്കാം. ഹലോ, ഇത് കഴിഞ്ഞില്ലേ സ്കോൽക്ക? വാങ്ങിക്കോ, 1 ലക്ഷം. വാ, അയാളിനി ചീത്ത വിളിക്കുന്നവരെ. ഓക്കെ, നല്ല അടിപൊളിയല്ലേ പള്ളി? എങ്ങനെയുണ്ട് കാണാന്? താജ്മഹലോ? ആ, താജ്മഹൽ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കി. ഇവരിതിപ്പോ കുറച്ച് വർഷങ്ങളുണ്ട്. അത്രേ ആയിട്ടുള്ളൂ. ഇവിടെ 2400 ആൾക്കാരാണ് ഡിസൈൻ ചെയ്തത്. ആ, അതിന് മാത്രം എന്താന്നുള്ളത്. ഇതിനകത്ത് അടിപൊളിയായിരിക്കും കേട്ടോ, കാണാനൊക്കെ ഉണ്ട്. എന്തായാലും അപ്പോൾ ഏതായാലും നമ്മളൊക്കൊന്ന് ഇതിൻ്റെ അകത്ത് നിസ്കാരം നടക്കുന്നുണ്ട്. നിസ്കാരം ഒന്ന് കഴിഞ്ഞിട്ട് ബാക്കി കാണാം. നിങ്ങളതുവരെ പുറത്ത് വെയിറ്റ് ചെയ്യുമല്ലോ, നമ്മൾ നിസ്കരിച്ചിട്ട് തരാം. ഓക്കെ, എന്തായാലും വന്ന ടൈം നല്ല അടിപൊളിയായി. നിസ്കാരം തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്.
ഉള്ളിൽ സൗണ്ട് കേൾക്കുന്നുണ്ട്. അവിടുന്ന് ഓടുത്തിട്ട് പോലെ. ഓക്കെ, അത് വന്ന ടൈമിങ് കറക്റ്റ് ആണല്ലോ നമുക്ക്. ഓക്കെ, അപ്പോൾ ഉദവ് എടുത്തിട്ട് വരട്ടായി. നല്ല അടിപൊളി ലാൻഡ്സ്കേപ്പ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. നൈസല്ലേ? അപ്പോൾ നമുക്കേതായാലും ഉദവ് എടുത്തിട്ട് വന്നിട്ട് പള്ളീൻ്റെ അകത്ത് കയറിയിട്ടുള്ള കാഴ്ചകൾ കാണാം കേട്ടോ. ഇതാട്ടോ പള്ളീൻ്റെ സൈഡിൽ ഉദവ് എടുക്കുന്ന സ്ഥലമാണ്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ചെറിയ ഷെഡ്, അവിടെ അകത്ത് കയറി കഴിഞ്ഞാൽ ഒരു സൈഡിൽ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇവിടെ കേട്ടോ ഉദവ് എടുക്കുന്ന സ്ഥലം. അവിടെ എല്ലാവരും ഉദവ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഉദവ് ചെയ്യട്ടെ. അങ്ങനെ നമ്മൾ ഉദവ് എടുത്തിട്ട് ഇറങ്ങിയതാണ്. ഇറങ്ങുമ്പോഴത്തേക്ക് കോമഡി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിസ്കാരം തുടങ്ങിയതപ്പം മുതൽ പെട്ടെന്ന് തന്നെ നിസ്കരിച്ച് തീരുന്നുണ്ട്. നമ്മൾ ഉദവ് എടുത്ത് ഇറങ്ങുമ്പോഴത്തേക്കും നിസ്കാരം കഴിഞ്ഞു. എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഏതായാലും അകത്തെ കാഴ്ചകൾ കയറിയിട്ട് കാണാം കേട്ടോ. അതുകൊണ്ട് ഒരു കുട്ടി ഇങ്ങനെ നിൽക്കുന്നു. ആൾക്കാരൊക്കെ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുകയാണ്. ഇതിനകത്ത് കയറുമ്പോൾ തന്നെ ഫസ്റ്റ് ഒരു മുറ്റമാണ് കിട്ടുന്നത് നമുക്ക്. അടിപൊളി ഡോറല്ലേ? കയറുമ്പം തന്നെ നല്ലൊരു നടുമുറ്റം പോലെ സ്പേസ്. അടിപൊളി ഉണ്ടല്ലേ? ജുമാ ദിവസം, വെള്ളിയാഴ്ച ദിവസം ഇവിടെ നല്ല ഇതൊക്കെ ഇവിടെയൊക്കെ ആൾക്കാരായിരിക്കും ഉണ്ടാവുക. ഇവിടെയൊക്കെ നിസ്കാരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ വേറെ തന്നെ ബ്യൂട്ടി അല്ലേ? രണ്ട് സൈഡിലായിട്ട് ചെരുപ്പ് വെക്കാനുള്ള റാക്കുണ്ട്. ആ സൈഡിലും ഈ സൈഡിലായിട്ട്. നമുക്കതിൽ ഈ സൈഡിൽ ഷൂ ഒക്കെ വെച്ച് പള്ളീൻ്റെ അകത്ത് കയറാം കേട്ടോ. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി ഇവിടുന്ന്. നല്ല രസമാട്ടോ നിസ്കരിക്കാൻ. വേറെ തന്നെ ഒരു ഫീലിംഗാണ് ആയിട്ട് വരും. കാരണം ക്ലൈമറ്റും ഈ ഒരു വൈബും രണ്ടും. ഇതിനകത്തുള്ള ഇത് നിങ്ങൾ കണ്ടല്ലോ, അടിപൊളി സെറ്റപ്പാണ്. അപ്പം നല്ലൊരു കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ട് നല്ല സുഖമുണ്ടായിരുന്നു നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ വന്ന ശേഷം എനിക്ക് തോന്നുന്നു ആദ്യത്തെ പള്ളിയാണ് ഞാൻ ഈ നിസ്കരിക്കാൻ വരുന്നത്. ബാക്കിയൊക്കെ നമ്മൾ റൂമിൽ ഇരുന്നിട്ടൊക്കെയാണ് നിസ്കരിക്കുക. ഓക്കെ, എന്തായാലും നിസ്കാരം കഴിഞ്ഞ് ഇതിൻ്റെ ഔട്ടറിലുള്ള കുറച്ച് കാഴ്ചകളും കണ്ടിട്ട് നമ്മൾക്ക് ഇവിടുന്ന് മടങ്ങാം കേട്ടോ. അസ്സലാമു അലൈക്കും. ഓക്കെ, ഇപ്പം അജ്മൽ വരുന്നുണ്ട്. അജ്മൽ നമുക്ക് അങ്ങോട്ട് പോവാലോ. ലേക്കല്ലേ? നമ്മൾക്ക് ഈ ലേക്കും കൂടി കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇവിടുന്ന് നേരെ സിം എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. സിമ്മും കൂടി എടുത്തിട്ട് നമ്മൾക്ക് ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ ഏതാണ്ട് അവസാനിപ്പിക്കാം. ചൂട് കാലത്തൊന്നും ഇവിടെ നിൽക്കാൻ പറ്റില്ല അല്ലോ മൊത്തം. ചൂടുകാലത്ത് തന്നെ ഈ ഇവിടെ വന്നിട്ട് നിന്നാൽ പൊരിയുണ്ടൊക്കെ ഉണ്ടാക്കാം, നമ്മൾ പൊരിച്ചെടുക്കാം. ഇവിടെ നിസ്കാരത്തിൻ്റെ ഒന്നാമത് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തീർന്നോളൂ. ഓരോ സൂറത്തൊക്കെ വളരെ സ്പീഡാണ്. ഇവർക്ക് തജ്വീദൊന്നും അത്ര വശമില്ലെന്ന് തോന്നുന്നു. മതം മാറുമ്പോൾ അനുസരിച്ച് ഇതുണ്ടാവും. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ നല്ല താളത്തിലും ഈണത്തിലും മെല്ലെ ഇങ്ങനെ എന്താ പറയുക ആസ്വദിച്ച് പറഞ്ഞു. ഇവിടെ കുറച്ചും കൂടി സ്പീഡപ്പാണ്. നമ്മുടെ പിള്ളേർ ഇതാ പല ഭാഗത്തിൻ്റെ റേഞ്ച് റോവറിലൊക്കെ എന്നിട്ട് ഫോട്ടോ എടുക്കുകയാണ്. അതാണ് നീ പറഞ്ഞതൊക്കെ നാളെ അവള് കേൾക്കും കേട്ടോ ഈ വീഡിയോയില്. എന്താ പള്ളി കയറുന്നില്ലേ? എന്താ കയറ്റാണ്ട്? ഇവിടെ അങ്ങനെയുള്ള ആൾക്കാരൊന്നുമില്ല, കയറ്റാതെ പ്രശ്നമൊന്നുമില്ല. നമസ്കാരം കഴിഞ്ഞു പോയി കാണുകയൊക്കെ ചെയ്യാം, പള്ളിൻ്റെ അകത്തൊക്കെ കയറി കാണാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ചെറിയൊരു പാർക്ക് മോഡലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ചെറിയൊരു ലേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ സൈഡിൽ. അതിലിങ്ങനെ
ചെറിയ തോണിയൊക്കെ പോകുന്ന കണ്ടിട്ടുണ്ടായിരുന്നു നേരത്തെ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന സമയത്ത് നല്ല ചൂടായിരുന്നു, അതുകൊണ്ട് എനിക്ക് അങ്ങനെ കൂടുതൽ ആസ്വദിച്ച് കാണാൻ പറ്റിയില്ല. ഇപ്പം ഈ ഒരു ക്ലൈമറ്റ് ഉണ്ടല്ലോ സെറ്റാണ്. ശരിക്കും ഇവിടുന്ന് പോകാൻ തോന്നില്ല വന്നു കഴിഞ്ഞാൽ. ഈ പള്ളീൻ്റെ ഇവിടെ വന്നു കഴിഞ്ഞാലേ ഇവിടെ തന്നെ നിന്ന് കറങ്ങി തിരിയാൻ തോന്നും. നമ്മുടെ പിള്ളേരൊക്കെ ഫസ്റ്റ് ടൈം ആട്ടോ ആദ്യമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലൊക്കെ ഇവിടെ പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഹോസ്റ്റൽ അത്യാവശ്യം സ്ട്രിക്റ്റ് ആയതുകൊണ്ടേ ഇവിടുന്ന് അങ്ങനെ പുറത്തൊന്നും കൂടുതൽ ചുറ്റിക്കറങ്ങാനൊന്നും വിടത്തില്ല. കണ്ടോ ലേക്ക് ചെറിയൊരു സൈസാണ്, എന്നാലും അടിപൊളിയുണ്ട്. അതിന് സൈഡിലായിട്ട് ഇതിങ്ങനെ ചെയ്ത് വെച്ചോണ്ടേ ഈ ഒരു വ്യൂ ഉണ്ടോ അടിപൊളിയുണ്ടല്ലേ. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ തിരിച്ച് അങ്ങോട്ടേക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു മാളിൻ്റെ അകത്ത് കയറിയിട്ടാകുമ്പം യൂസൽ എന്ന് പറഞ്ഞൊരു സിമ്മാണ് എടുക്കുന്നത്. ഇവിടെ ഡി ലൈനും പിന്നെ യൂസലും ഉണ്ട്. ഇതിൻ്റെ പാക്കേജ് വരുന്നത് ഇതാ 3 തരം പാക്കേജ് ഉണ്ട്. 40,000 സോമുണ്ട്, 55,000 സോം, 70,000 സോം, അങ്ങനെ ഓരോ സോമുണ്ട്. 12 GB അങ്ങനെ ഓരോ ഇതും. അതായത് 40,000 സോമിന് 1000 SMS അൺലിമിറ്റഡ് കോള്, 12 GB നെറ്റ്. ഇപ്പം നമ്മൾ ഈ സിമ്മാണ് എടുത്തിട്ടുള്ളത്. ഞാൻ യൂസലിൻ്റെ സിം എടുത്തു ഇപ്പം നിലവിൽ. ഇപ്പം സിമ്മൊക്കെ എടുത്തു കഴിഞ്ഞു. ഇവരുടെ തന്നെ ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഉണ്ടോ, സ്മാർട്ട് ഫോൺ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ് നേരെ ഇവിടുന്ന് വിടുകയാണ്. ഏതായാലും ഇനി അടുത്ത വീഡിയോയുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നമ്മൾ സിമ്മൊക്കെ എടുത്തു കഴിഞ്ഞു. നമ്മുടെ പിള്ളേരവിടെ പള്ളീൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങൾ, നമ്മുടെ പിള്ളേരും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ബായ്.